ഞാൻ തൊൽഹത്ത് റോയൽ കസ്റ്റം മോട്ടോഴ്സ് കാവന്നൂർ. ഞാൻ ഇന്ന് നിങ്ങളെ കാണിക്കുന്ന ഒരു CI എഞ്ചിൻ്റെ എലക്ട്രയാണ് കേട്ടോ. അപ്പം എലക്ട്ര പഴയ മോഡൽ, അതായത് നമ്മുടെ ഈ ഒരു കാലഘട്ടങ്ങളിൽ, ഈ ഒരു കാലഘട്ടം ഈ ഒരു സമയത്ത് നമുക്ക് കുറച്ച്, അതായത് സാധാരണ സ്റ്റാൻഡേർഡിനേക്കാൾ കുറച്ചൊരു വില കുറച്ച് കിട്ടാവുന്നൊരു വണ്ടിയാണ് എലക്ട്ര എന്ന് പറഞ്ഞത്. എലക്ട്ര എന്ന് പറഞ്ഞാൽ ഇലക്ട്രോണിക്സ് ആണ്. അതാണ് മനസ്സിലാക്കേണ്ടത്. എലക്ട്ര എന്ന് പറഞ്ഞാൽ ചില ആൾക്ക് അറിയില്ല. ഇലക്ട്രോണിക്സ് ആണ്, അതായത് CD യൂണിറ്റാണ് അതിൻ്റെ ഇലക്ട്രോണിക്സ് വരുന്നത്. അതായത് CDI സിസ്റ്റത്തിലാണ് വണ്ടി സ്റ്റാർട്ടാവുന്നത്. ഇപ്പോൾ പഴയ വണ്ടി ഡെൽക്കോ സിസ്റ്റത്തിലാണ് ആംബിയറൊക്കെ ഫിറ്റ് ചെയ്ത് ആംബിയറൊക്കെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് ആംബിയർ കറക്റ്റ് ആക്കി മാത്രമേ സ്റ്റാർട്ടാവുള്ളൂ. ഇത് ആംബിയർ കറക്റ്റ് ആക്കേണ്ട കാര്യമൊന്നുമില്ല. കിക്കർ ടൈറ്റ് ആവുന്ന സമയത്ത് ജസ്റ്റ് ആംബിയർ പ്രസ് ചെയ്ത് കൊടുത്താൽ മതി, കംപ്രഷൻ ഔട്ടാകാൻ വേണ്ടി, അല്ലെങ്കിൽ വണ്ടി സ്റ്റാർട്ടാവും. പിന്നെ ഈ ഒരു വണ്ടി എലക്ട്ര 5 സ്പീഡ്. അപ്പോൾ എലക്ട്ര 5 സ്പീഡ് എന്നുള്ള ഏറ്റവും വലിയ എലക്ട്ര എന്നുള്ള സംഗതി നമ്മൾ ഇപ്പോഴുള്ള വണ്ടി വണ്ടി ഉപയോഗിക്കുന്ന മാതിരി ഉപയോഗിക്കാൻ പറ്റിയൊരു വണ്ടിയാണ് എലക്ട്ര കേട്ടോ. അപ്പോൾ ആർക്കും എവിടെയും റീസ്റ്റോർ ചെയ്യാൻ താല്പര്യമുള്ള ആളുകളിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒരു എലക്ട്ര എടുത്തിട്ട് റീസ്റ്റോർ ചെയ്ത് നിങ്ങൾക്ക് വേണം അതിന് ക്രാങ്ക് വെയിറ്റ് കൂട്ടി ഉപയോഗിക്കാനും പറ്റും. പിന്നെ അതിൻ്റെ അതേമാതിരി നമ്മുടെ ലെഫ്റ്റ് സൈഡ് ഗിയർ എന്നുള്ള ആ ഒരു അഡ്വാൻറ്റേജ് നമുക്ക്, ആ ഒരു ബെനിഫിറ്റ് നമുക്ക് കിട്ടുകയും ചെയ്യും. അതായത് ഗിയർ പെഡലും ബ്രേക്ക് പെഡലും അങ്ങോട്ടും മാറുന്നു എന്നുള്ളതാണ് CI എഞ്ചിൻ്റെ സാധാ സ്റ്റാൻഡേർഡിൻ്റെ ഒക്കെ പ്രശ്നങ്ങൾ. നമ്മൾ ചില ആൾക്ക് ഓടിക്കാനുള്ള ബുദ്ധിമുട്ട്. ഇത് അല്ല, റൈറ്റ് സൈഡിൽ ആണ് ബ്രേക്ക് വരുന്നത്, ലെഫ്റ്റ് സൈഡിലാണ് ഗിയർ ഷിഫ്റ്റ് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് യാതൊരു ടെൻഷനും ഇല്ലാതെ ഉപയോഗിക്കാൻ പറ്റിയൊരു വണ്ടിയാണ് എലക്ട്ര എന്ന്. നല്ല സുഖമാണ്, ഓടിക്കാൻ നല്ല സുഖമാണ്. ഇനി ക്രാങ്ക് വെയിറ്റ് വേണ്ട ആളുകൾക്ക് ഇത് ക്രാങ്ക് വെയിറ്റ് ഇല്ലാത്ത വണ്ടിയാണ് വരിക. പക്ഷേ ക്രാങ്ക് വെയിറ്റ് വേണം എന്നുള്ള 9.5 അല്ലെങ്കിൽ 10.5 ഒക്കെ ആക്കാൻ താല്പര്യമുള്ള ആളുകൾക്ക് കുറച്ച് എഞ്ചിൻ വർക്കൊക്കെ ഉള്ളൊരു വണ്ടി എടുത്തിട്ട് ക്രാങ്ക് വെയിറ്റ് കൂട്ടിയിട്ട് ഉപയോഗിക്കാനും പറ്റും. അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. പിന്നെ ഇതിൽ തന്നെ സെൽഫുള്ള വണ്ടി വരുന്നുണ്ട്. പക്ഷേ സെൽഫുള്ള വണ്ടി ഉപയോഗിക്കുമ്പോൾ ക്രാങ്ക് വെയിറ്റ് കൂട്ടുമ്പോൾ സെൽഫിൻ്റെ എത്രത്തോളം ഒരു മോട്ടർ പവർ കൂടി വെക്കേണ്ടി വരും എന്നുള്ളതുകൊണ്ട് തന്നെ അത് അത്ര പ്രാക്ടിക്കലല്ല. മോട്ടർ അത്ര ലാസ്റ്റ് ചെയ്യാനുള്ള സാധ്യത കുറവാണ്. എന്നാലും നിൽക്കില്ല എന്ന് പറയുന്നില്ല കേട്ടോ. കാരണം സാധാരണ 500 10.5 9 kV മോട്ടറാണ് വരുന്നത്, മറ്റേ 7 kV ആണ് മോട്ടർ വരുന്നത്. അപ്പം അങ്ങനെ ഒരു വിഷയമുണ്ട്. എന്നാലും അത്യാവശ്യം ഇപ്പോഴുള്ള വണ്ടികൾക്കൊക്കെ, പുതിയ വണ്ടികൾക്കൊക്കെ വരുന്നത് 7 kV തന്നെയാണ്. അതുകൊണ്ട് കുഴപ്പമില്ല. 0.7 കേട്ടോ, 7 kV അല്ല 0.7. അപ്പോൾ ഈ എലക്ട്ര എന്ന് പറഞ്ഞ വാഹനം നിങ്ങൾ എവിടെയെങ്കിലും കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു ബുള്ളറ്റ് പഴയ വണ്ടി CI എഞ്ചിൻ താല്പര്യമുണ്ട്. ഇനി CI എഞ്ചിനിലേക്ക് മാറ്റാനും പറ്റും. CI എഞ്ചിൻ്റെ അതേ ഒരു ആ ഒരു ഷേപ്പിലേക്ക് വണ്ടി കൊണ്ടുവരാനും പറ്റും. എലക്ട്ര എന്നുള്ള മഡ്ഗാർഡ് റൗണ്ട് ഷേപ്പാണ്, ബാക്ക് റൗണ്ട് ഷേപ്പാണ്, ഫ്രണ്ടും റൗണ്ട് ഷേപ്പിലാണ്. അല്ല, പക്ക സ്ലിമ്മായിട്ടാണ് ഫ്രണ്ട് വരിക. ബാക്ക് രണ്ടും ക്രോമിലാണ്, ബാക്കും റൗണ്ട് ഷേപ്പാണ് വരിക. ഇനി അതല്ല, അത് സ്റ്റാൻഡേർഡിലേക്ക് കൺവേർട്ട് ചെയ്തിട്ട് ആ എലക്ട്രൻ്റെ ബെനിഫിറ്റ്, അതായത് ആ ഗിയർ മാറിപ്പോകുന്നൊരു വിഷയമല്ലാതെ 5 സ്പീഡ് ഗിയർ ബോക്സ് ഉപയോഗിച്ച് നമുക്ക് നല്ല സ്മൂത്തായിട്ട് ക്രാങ്ക് വെയിറ്റ് കൂട്ടിയിട്ട് ഉപയോഗിക്കാൻ പറ്റിയൊരു വണ്ടിയാണ് ഈ ഒരു എലക്ട്ര എന്ന് പറഞ്ഞത്. അപ്പോൾ ഈ ഒരു വണ്ടി ഇത് റിസ്റ്റോറേഷന് കൊണ്ടുവന്ന വണ്ടിയാണ് കേട്ടോ. അപ്പോൾ ഇതിനെക്കുറിച്ച് കൂടുതലായിട്ടുള്ള കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഈ വണ്ടീൻ്റെ വർക്ക് കഴിഞ്ഞിട്ട് ഞാൻ കാണിച്ചു തരാം. ഇത് റിസ്റ്റോറേഷൻ കഴിഞ്ഞതിന് ശേഷം എങ്ങനെയുണ്ട് എന്നുള്ളത്. അപ്പോൾ ഈ വണ്ടി 2006 2005 2006 ആണെന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ. അപ്പോൾ ഈ എലക്ട്ര ഒന്ന് ഉപയോഗിക്കുന്ന ആളുകൾ കൂടുതലും എനിക്ക് തോന്നുന്നു നമ്മളെ സർവീസ് സെൻറ്ററിൽ വന്ന ആളുകൾ ഒഴിവാക്കാതെ ഉപയോഗിക്കുന്നൊരു വണ്ടിയാണ് എലക്ട്ര. കാരണം ആംബിയർ നോക്കാതെ ഒരു പഴയ വണ്ടിൻ്റെ ആ ഒരു ബെനിഫിറ്റ് നമുക്ക് കിട്ടുക എന്നുള്ളത് വലിയൊരു കാര്യമാണല്ലോ. അപ്പോൾ ഇതിൽ സെൽഫ് സ്റ്റാർട്ട് ക്രാങ്ക് വെയിറ്റ് കൂട്ടാൻ താല്പര്യപ്പെടുന്ന ആളുകളാണെങ്കിൽ കഴിയുന്നതും നമുക്ക് സെൽഫ് സ്റ്റാർട്ട് ഇല്ലാത്ത വണ്ടി ഉപയോഗിക്കാൻ നന്നാവാമെന്ന് എനിക്ക് തോന്നുന്നു. അതല്ലെങ്കിൽ സ്പ്രൈ ക്ലച്ച്, വൺ വേ ക്ലച്ച് മറ്റൊക്കെ ഇടയ്ക്കിടയ്ക്ക് പോകാനുള്ള സാധ്യത ഉണ്ട്. സ്റ്റാർട്ട് ചെയ്യാൻ പറ്റില്ല എന്നുള്ളതല്ല, കുറച്ചൊക്കെ ഉപയോഗിക്കാൻ പറ്റും. ലോഡ് കൂടിയത് കൊണ്ട് തന്നെ പെട്ടെന്ന് പോകാനുള്ള സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് ക്രാങ്ക് വെയിറ്റ് ആക്കാൻ താല്പര്യമുള്ള ആളുകൾ സാധാ ഒരു എലക്ട്ര 5 സ്പീഡ് വണ്ടി എടുക്കുക, എന്നിട്ട് ക്രാങ്ക് വെയിറ്റ് കൂട്ടുക, ഉപയോഗിക്കുക. അടിപൊളിയായിട്ട് പഴയ മാതിരി ലോ സ്പീഡിൽ പഴയ വണ്ടി എങ്ങനെയാണ് CI സ്റ്റാൻഡേർഡ് ഉപയോഗിക്കുന്നത് അതേമാതിരി ഉപയോഗിക്കാനും പറ്റും. പോരാതെ നമുക്ക് ആംബിയർ മീറ്ററിൻ്റെ യാതൊരു പ്രശ്നം, അതായത് ആംബിയർ നോക്കി ലോഡ് ചെയ്യേണ്ട കാര്യമില്ല, ഡീകംപ്രഷൻ കറക്റ്റ് ആക്കേണ്ട കാര്യമില്ല. വണ്ടി അങ്ങ് സ്റ്റാർട്ടായിക്കോളും. അതേ മറ്റേമാതിരി ഇലക്ട്രോണിക് CDI സിസ്റ്റം ആയതുകൊണ്ട് തന്നെ വല്ലാതൊരു വിഷയങ്ങളൊന്നും സ്റ്റാർട്ടിങ്ങൊന്നും വല്ലാതെ ബാധിക്കുന്നില്ല. അതൊരു വലിയൊരു അഡ്വാൻറ്റേജാണ്. അതുകൊണ്ട് എലക്ട്ര എന്ന CI എഞ്ചിനിൽ വരുന്ന ഈ ഒരു വണ്ടി നല്ല വണ്ടിയാണ്. അപ്പോൾ പൊതുവേ മാർക്കറ്റിൽ എലക്ട്ര എന്ന് പറഞ്ഞാൽ ആളുകൾ ഒന്ന് തള്ളുകയാണ് പതിവ്. അപ്പോൾ ഉപയോഗിക്കാൻ താല്പര്യമുള്ള ആളുകൾ പഴയ വണ്ടി CI എഞ്ചിനിലേക്ക് പോയിട്ട് അതിൻ്റെ ആ ഒരു സുഖം അനുഭവിക്കാൻ താല്പര്യമുള്ള ആളുകൾ ഈ ഒരു എലക്ട്ര എടുത്തിട്ട് ക്രാങ്ക് വെയിറ്റ് കൂട്ടിയിട്ട് പണിത് ഇറക്കുക. അതാണ് നല്ലൊരു ചോയ്സ്. CI എഞ്ചിൻ എന്നുള്ള ഒരു ഇതിലേക്ക് ഇപ്പോൾ CI എഞ്ചിൻ തന്നെ ഒരുപാട് വണ്ടികൾ ക്രാങ്ക് വെയിറ്റ് ഇല്ലാത്ത വണ്ടികളുണ്ട് കേട്ടോ.
അപ്പോൾ ടാങ്ക് വെയിറ്റ് ഇല്ലാത്ത ഒരുപാട് വണ്ടികൾ CNG ഉണ്ട്. അപ്പോൾ അത് പിന്നെ പുറത്തുനിന്ന് അതർസൈറ്റ് വരുന്ന വണ്ടികളുമൊക്കെ G2 വരെ ക്രാങ്ക് വെയിറ്റ് ഇല്ലാത്ത വണ്ടികൾ വന്നിട്ടുണ്ട്. അത് ക്രാങ്ക് അയച്ചിട്ട് അവർ വേറെ സെറ്റ് ചെയ്ത് വിടുന്നതാണ്. G2 ക്രാങ്ക് അവർ വേറെ വിൽക്കും. അപ്പോൾ അങ്ങനെയാണ് പതിവ് ഉണ്ടായിരുന്നത്. അപ്പം സാധാ സ്റ്റാൻഡേർഡ് നിങ്ങൾ പിന്നെ ക്രാങ്ക് വെയിറ്റ് കുറഞ്ഞ വണ്ടിയേക്കാളും നല്ലത് എലക്ട്ര എടുത്തിട്ട് സ്റ്റാൻഡേർഡാക്കി ഉപയോഗിച്ച് കഴിഞ്ഞാൽ കുറച്ച് നന്നായിരിക്കും തോന്നി. എൻ്റെ ഒരു അഭിപ്രായമാണ്, നമ്മളൊരു എക്സ്പീരിയൻസാണ് ഞാൻ പറയുന്നത് കേട്ടോ. അപ്പോൾ സ്റ്റാൻഡേർഡ് ആക്കിയിട്ട് സ്റ്റാൻഡേർഡിലേക്ക് കൺവേർട്ട് ചെയ്തിട്ട് ആ ഒരു സ്റ്റാൻഡേർഡിൻ്റെ എലക്ട്രൻ്റെ എല്ലാ സുഖവും യാത്രാസുഖവും അതേമാതിരി തന്നെ സ്റ്റാൻഡേർഡിൻ്റെ എല്ലാ യാത്രാസുഖവും അതേമാതിരി ഗിയർ ചേഞ്ച് ആവുന്നു എന്നുള്ള ഒരു വിഷയമില്ലാത്ത പ്രശ്നവും അതേമാതിരി 5 സ്പീഡ് ഗിയർ ബോക്സും നിങ്ങൾക്ക് അതിൻ്റെ ഒരു അഡ്വാൻറ്റേജും നിങ്ങൾക്ക് പിന്നെ അനുഭവിച്ചറിയാവുന്നതാണ്. അപ്പോൾ അടുത്തൊരു വീഡിയോ ഈ ഒരു വണ്ടിയുടെ റീസ്റ്റോറേഷൻ കഴിഞ്ഞതിന് ശേഷം കറക്റ്റായിട്ട് ഇതിൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.